ഉണ്ടായിട്ടുണ്ടോ അത് കഴിയുമ്പോൾ അസാധാരണ ഒരു സംഭവം നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രതിസന്ധികളും വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ ചിരിച്ചോട് നിൽക്കുന്നതിന്റെ കാര്യം ഇത് കഴിയുമ്പോൾ ഒരു മഹത്വമുണ്ട്. അവൻ പകലത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, ഇതിന്റെ 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. നോക്കിയേ, 1-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്തിന്റെ? യേശു അത് മാനുഷികമായിട്ടൊരു ദൂതല്ല. ഈ തിരുവെഴുത്ത് മുഴുവനും വെളിപ്പാട് പുസ്തകം തന്നെ അല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാടിന്റെ അവസാന വാക്യം വരെ അവൻ ദൈവം കൈമാറിയ ദൂതുകളാണ്. അതിനകത്ത് ഒന്നും എനിക്കും നിങ്ങൾക്ക് കോട്ടിക്കളയാൻ പറ്റത്തില്ല. ട്രാൻസ്ലേഷൻ അകത്ത് ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ജീവനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അതാർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇനി ആരങ്ങനല്ലെന്ന് പറഞ്ഞാലും സ്വർഗം അതിനെ വെളിപ്പെടുത്തി തെളിയിക്കും. ദൈവം അതിനെ വെളിപ്പെടുത്തി അല്ലെന്ന് പറയുന്നവന്റെ മുമ്പിൽ അതിന് ദൈവം തെളിവിച്ചിരിക്കും. അതാണ് ദൈവ വചനത്തിന്റെ പ്രത്യേകത. ഇവിടെ പറയുകയാണ് ഇത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതതിന്റെ പ്രത്യേകത എന്താ? അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അതെന്ത് ചെയ്തു? ദൈവം യേശു കർത്താവിന് കൊടുത്തു. യേശു കർത്താവ് തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്തു. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, താൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്റെ മക്കളെ വെളിപ്പെടുത്തും. ഇത് സാധാ ഒരു മനുഷ്യന് വെളിപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അത്. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്റെ മക്കൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. അതുകൊണ്ടാ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ അബ്രഹാമിനോട് അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുമോ? ദൈവം ചോദിക്കുക, ഞാനൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിനകത്ത് ഞാനത് അബ്രഹാമിനോട് അറിയിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അബ്രഹാമിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നും അബ്രഹാമിന്റെ സഹോദരൻ അവൻ ലോത്ത് താമസിക്കുന്ന പട്ടണത്തെ നശിപ്പിക്കാൻ പോകുവാണെന്നും സ്വന്തം ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായി. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ തന്റെ മക്കൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നത് വെളിപ്പെടുത്തുവാനായിട്ടിടയാകും. ആമോസിന്റെ പ്രവാചക പുസ്തകത്തിനകത്ത് നാം കാണുന്നൊരു വാക്യമുണ്ട്, തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. എന്താ താൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയാകും. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയ്ക്കകത്ത് അസാധാരണമായ പ്രവചനത്തിന് തല തമ്പുരാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, യോഹന്നാൻ കാണുകയാണ്, ദൈവം വെളിപ്പെടുത്തുകയാണ് തന്റെ ഏകാന്തതയ്ക്കകത്ത്. ഹല്ലേലൂയ. 7 സഭകൾക്കുള്ള ദൂത് ദൈവം കൈമാറുകയാണ്. ഈ ശബ്ദം തനിക്ക് പെരുവെള്ളത്തിന്റെ മുഴക്കം പോലെ ഒരു മഹാശബ്ദമായി കേൾക്കുകയാണ്. താൻ കാണുന്നത് ഒരു പുസ്തകത്തിനകത്ത് എഴുതി 7 സഭകൾക്ക് കൈമാറുവാൻ ദൈവം യോഹന്നാനോട് പറയുകയാണ്. ഈ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച് ധരിച്ച യേശുവിനെ കണ്ടു. എങ്ങനെ കണ്ട? 7 നിലവിളക്കിന്റെ നടുവിൽ, 7 നിലവിളക്കിന്റെ നടുവിൽ. ഞാൻ 2 കാര്യം മാത്രം, ദൈവപ്രത്യക്ഷൻ 2 കാര്യം മാത്രം എടുക്കുന്നുള്ളൂ, ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരിക. നോക്കിയ, യേശു കർത്താവ് നിൽക്കുന്നത് 7 പൊൻ നിലവിളക്കിന്റെ നടുവിലാണ് യേശു കർത്താവ് നിൽക്കുന്നത്. യേശു കർത്താവിന്റെ വലങ്കയിൽ എന്തുണ്ട്? ഒരു വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. കർത്താവ് നിൽക്കുന്നത് 7 പൊൻ നിലവിളക്കിന്റെ നടുവിലും. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ 7 പൊൻ സ്വന്തം നക്ഷത്രമുണ്ട്. യേശു കർത്താവിന്റെ സ്വന്തം നിൽപ്പവിടെന്ന് അറിയാമോ? നിലവിളക്കിന്റെ നടുവിൽ. ഇതിന്റെ അവസാന വാക്യത്തിനകത്ത് ഈ നിലവിളക്ക് എന്താണെന്ന്
പ്രവാചകന് ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. നിലവിളക്ക് ദൈവത്തിന്റെ സഭ. എന്താണ്? ദൈവത്തിന്റെ സഭ. കർത്താവ് നിൽക്കുന്നത് അവന്റെ സഭയ്ക്കകത്താണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിന്റെ ആഴം മനസ്സിലാക്കുന്നവർക്കായി സഹോദരങ്ങൾ, ഇതൊരു കിടപ്പല്ല, ഇതൊരു സാധാരണ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കൂടി വരാനുള്ള സ്ഥലമല്ല. ഇത് കർത്താവ് ഊരാവുന്ന സ്ഥലമാണ്. ഇത് കർത്താവിന്റെ മന്ദിരമാണ്. ഇന്ന് പകൽക്കാലത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുന്നവർക്കായി ഇതിന്റെ നടുവിൽ ഊരാവുന്നത് നിത്യനായ ദൈവമാണ്. അവൻ സഭയുടെ നടുവിൽ, 7 പൊന്നിലവിളക്കിന്റെ നടുവിൽ, സഭ അവന്റെ ശരീരമാണ്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഷൈൻ ചെയ്യാനുള്ള ഇടമല്ല, ജനത്തിന്റെ കളി കളിക്കാനുള്ള സ്ഥലമല്ല. ഇതിനകത്ത് വാഴേണ്ടത് യേശുവാണ്. ഇതിനകത്ത് മഹത്വമായി നിൽക്കേണ്ടത്, ഇതിനകത്ത് ഊരാവേണ്ടത് യേശുവാണ്. എന്ന് പകൽക്കാല സഭയുടെ ഗൗരവം ഞാനും നിങ്ങൾ തിരിച്ചറിയണം. അവയെ സ്വന്തം പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്തേക്ക് ഒരുവനെ മാറ്റി നിർത്തിയിട്ട് അവന്റെ മുന്നിൽ തുറന്നു കാണിക്കുക സഭയുടെ പ്രാധാന്യം. ഇത് നിസ്സാരമല്ല, ഇത് ഭയങ്കര ഗൗരവമുള്ളത്. ഇന്ന് പകൽക്കാല സഭക്കെതിരെ സംസാരിച്ച, സഭക്കെതിരെ കാര്യം ചെയ്ത ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണെന്ന് ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. സഭയ്ക്കെതിരെ ചലിച്ചവന്റെ അനുഭവങ്ങൾ തുടർന്നുള്ള യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിൽ അവന്റെ ലൈഫ്, അവന്റെ കുടുംബം ചിതനമായി പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് വാഴുന്നത്, ഇതിനകത്ത് ഉലാവുന്നത് അത് ക്രിസ്തു വില കൊടുത്തു വാങ്ങിയതായതുകൊണ്ട് അവൻ അതിനെതിരെ ഒരുവൻ ചലിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ ഒരുവൻ അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബം ചിതനമാകാൻ കാരണം ഇതിന് വില കൊടുത്തത് മനുഷ്യനല്ല. ഇതിനു വേണ്ടി അവൻ സ്വന്തം എന്തെങ്കിലും ചെയ്തത് ഒരു മനുഷ്യനുമല്ല, അത് നിത്യനായ ദൈവമാണ്. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പല ചർച്ചിനകത്ത് വന്നിട്ടുള്ളവരാ. ഈ ആയുസിനകത്ത് പല ചർച്ചകൾക്കകത്ത് ആരാധിച്ചിട്ടുള്ളവരാ. പല സ്ഥലങ്ങളിൽ, പല നിലവാരത്തിൽ എവിടെയെങ്കിലും സഭയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവദാസന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, അതിനെ ഉപേക്ഷിക്കുക. അത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. അവൻ നിൽക്കുന്നത് 7 നിലവിളക്കിന്റെ ഇടയിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ സഭയിൽ എനിക്കത്ര സ്വന്തം എന്താണ് മാന്യതയില്ല, സ്ഥാനമില്ല. പൊന്നു സഹോദരൻ, നിനക്ക് സ്ഥാനം തരാനുള്ള സ്ഥലമല്ലിത്. നിനക്ക് ഷൈൻ ചെയ്യാനുള്ള സ്ഥലമല്ലിത്. ഇതിനകത്ത് ഷൈൻ ചെയ്യേണ്ട ഒറ്റ വ്യക്തിയുള്ളൂ, അത് വാഴ്ത്തപ്പെട്ട യേശു കർത്താവാണ്. ഞാനും നിങ്ങളും ആരും ഇതിന് വില കൊടുത്തിട്ടില്ല. കരുണയാൽ നിൽക്കുന്ന ഞാനും നിങ്ങളും എന്തിനാ? അവന് പകരക്കാരായിട്ട്. ഇന്ന് പകൽക്കാലം അതിന്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അവൻ എനിക്ക് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനുള്ള സ്ഥലമല്ല. അവൻ കാശ് കൊടുത്തിട്ട്, അത് കൊടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞ് അതിന്റെ വില നേടുവാനുള്ള സ്ഥലവുമല്ല ദൈവത്തിന്റെ സഭയെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ. അവൻ ഭഗതേക്ക ഇപ്പോൾ ഞാന് പണ്ടത്തെ കൊണ്ട് പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വലിയ വിലയില്ലെന്ന്. സഹോദരൻ, നിനക്കത് ജഡമാ. അത് ക്ലബല്ല. സഭ ഇതായാലും ദൈവത്തെ സ്ഥാപിക്കപ്പെട്ടൊരു കൂട്ടത്തിനകം ക്ലബല്ല. നിനക്ക് ഷൈൻ ചെയ്യുവാനും പൈസ കൊടുത്തിട്ടോ നിന്റെ അധികാരം കാണിച്ചിട്ടോ ഷൈൻ ചെയ്യാൻ ആര് കളിക്കാനും സഭ ക്ലബല്ല. ഒരു സ്വന്തം മറ്റൊന്നുമല്ല. സഹോദരങ്ങളെ, ഗൗരവത്തോടെ ഇന്ന് പകൽക്കാലം കൈമാറുകയാണ്. ഇത് കർത്താവ് വില കൊടുത്തത് അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. ശ്രദ്ധിച്ചേ, നമുക്കറിയാം, കാണാതെ പോയ ആടിനെ തേടി 99 നിർത്തിയിട്ട് പോയ യേശു കർത്താവിന് നമുക്കറിയാം, ഇല്ലേ? പോയി തെരഞ്ഞെടുത്തു, കണ്ടുപിടിച്ചു. പക്ഷേ പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, സഭയ്ക്കകത്തൊരു ഇടർച്ച ഉണ്ടായാൽ 1 2 വട്ടം പറഞ്ഞാൽ പുറത്താക്കിയേക്കാൻ. ഇത് അവന്റെ മകന് പോണ്ടേ? കർത്താവിന് ഭയങ്കര വിലയാ സഭ. ഇത് മകന് തിരിച്ചറിഞ്ഞോണം. തമാശ നമുക്ക് നല്ലതാ, കൂടി വരുമ്പോ എല്ലാം വേണം. പക്ഷെ സഭയ്ക്ക് കോട്ടമുണ്ടാക്കുന്ന ഒരു കാര്യവും ഫോൺ വിളിച്ചായാലും
നിങ്ങൾ ഈ സഭയിൽ നല്ല ഏത് സഭയെ ചെന്നാലും പൊന്നു സഹോദരങ്ങളെ, തലമുറകൾക്ക് ശാപം മേടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാപം വരുത്തി വെക്കരുത്. സ്വന്തം സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ശക്തമായി കൈമാറുകയാണ്. സഭ ദൈവം വില കൊടുത്തു വാങ്ങിയതാ. സ്വന്തം അതിനെതിരെ ഞാനും നിങ്ങൾ ചലിക്കുവാനോ സംസാരിക്കുവാനോ നിൽക്കരുത്. കാരണം അവൻ ഇതിന്റെ മധ്യത്തിലെ ഉലാവുന്നത്. പകൽക്കാലം സഹോദരങ്ങളെ, ശക്തമേൽ നമ്മുടെ ഹൃദയത്തിനകത്തൊന്നും മാറിപ്പോകരുത്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, സംസാരിക്കരുത്. പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രാർത്ഥിച്ച് നീ അതിനകത്ത് വിജയമെടുക്കണം. ഭയങ്കര ഗൗരവമുള്ളതായതുകൊണ്ട് ഇന്ന് പകല് നിങ്ങളോട് സംസാരിക്കുന്നു. നോക്കിയേ, അടുത്തത് പറയുന്നു, കയ്യിലിരിക്കുന്ന 7 നക്ഷത്രം അവന്റെ ശുശ്രൂഷകന്മാര്. ഹല്ലേലൂയ. നോക്കിയേ, കരത്തിനകത്താ താൻ ശുശ്രൂഷകന്മാരെ വെച്ചിരിക്കുന്നത്. വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അവൻ തന്റെ വലങ്കരത്തിൽ 7 നക്ഷത്രം, 7 സഭകളെയോ ശുശ്രൂഷകന്മാരെ. സഹോദരങ്ങളെ, ദൈവദാസന്മാർക്കെതിരെയും സഭയ്ക്കെതിരെയും എന്റെയും നിങ്ങളുടെ നാവ് പൊങ്ങരുത്. എന്റെയും നിങ്ങളുടെ നാവ് പൊങ്ങരുത്. എന്ന് വെച്ചാൽ ഞാനൊരു തെറ്റ് ചെയ്താൽ സ്നേഹത്തിലൊന്നും തിരുത്തരുന്നല്ല, തിരുത്തണം. ഞാനതല്ലോ, എല്ലാത്തിനും അതിന്റെ രീതികളുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ അതുമില്ലായ്മ ഒരു തെറ്റ് ചെയ്തു. സ്തോത്രം. തെറ്റ് എല്ലാവർക്കും തിരുത്താം. പക്ഷെ അതും ഇത് പറഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് പ്രശ്നം ഉണ്ടാക്കുന്നവന് പ്രശ്നമായി തീരും. അത് ഭയങ്കര ശാപമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, നോഹയാണ് ഈ വെള്ളം വീഞ്ഞു കുടിച്ച് മത്തനായി ഡ്രസ് ഇല്ലാതെ കിടന്നത്. സ്വന്തം ഒരുത്തൻ അപ്പന്റെ നഗ്നത കണ്ടു, അല്ലേ? അവനത് ശാപഗ്രസ്തനായി ചെന്നിട്ട് സഹോദരന്മാരെടുത്ത് ഇത് പറയുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വന്നെന്ത് ചെയ്തു? അത് നഗ്നത നോക്കാതെ അതിനെ മൂടിയിടുവാനായിട്ട് എന്ത് ചെയ്തു? അപ്പന്റെ നഗ്നതയെ വിളിച്ച് സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞ പോലെ എന്തായി? ശാപത്തിലേക്ക് പോയി. നഗ്നത കണ്ടിട്ട് സഹോദരന്മാരെടുത്ത് ചെന്ന് സഹോദരന്മാരെന്ത് ചെയ്തു? ഈ വിളിച്ചു പറഞ്ഞവൻ ശാപത്തിനകത്ത് പോയി. മറ്റവരെന്ത് ചെയ്തു? അത് മുഖം നോക്കാതെ മുഖം തിരിച്ചു വന്ന് അപ്പന്റെ നഗ്നത കാണാതെ അപ്പന്റെ വിലക്ക് ഡ്രസ് ഇട്ട് കൊടുത്തു. മറയ്ക്കുന്നവരാകണം ഞാൻ. അപ്പനുണ്ടാകുന്ന തെറ്റുകളെ തിരുത്താൻ തയ്യാറാകുന്നവരാകണം. അവരോട് പറയണം, അപ്പ ചെയ്തത് തെറ്റാണ്, ഇത് നമുക്ക് ശരിയല്ല എന്ന് സ്നേഹത്തിൽ ശുശ്രൂഷകനോട് പറയാൻ നമുക്കെല്ലാം റൈറ്റുണ്ട്. അത് പക്ഷെ പോയി വെളിയിൽ വിളിച്ചു പറയാനാണ് ദൈവം പറഞ്ഞത്. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് കേട്ടോ എന്ന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. പലതും ബ്ലോക്കായി നിൽക്കുന്നതിന്റെ കാര്യം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ? പല വാഗ്ദത്തങ്ങൾ കയ്യിൽ കിട്ടാത്തതിന്റെ കാര്യം തിരിച്ചറിഞ്ഞോ? ഗൗരവമുള്ള വിഷയമാണെന്ന് ഇന്ന് പകൽക്കാലം അവന്റെ സഭയ്ക്കെതിരെയോ അവന്റെ ശുശ്രൂഷകന്മാർക്കെതിരെയോ നമ്മുടെ ആദരം ചലിക്കരുതെന്ന് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് ദൈവസഭയ്ക്ക് കൈമാറുക. കെയർഫുള്ളാകുക. അവൻ ജീവിതത്തിന് അവൻ ഇരുട്ടിനകത്തേക്ക് തള്ളിയിടാതിരിപ്പാൻ ദൈവം കൃപ തരട്ടെ.